ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി സത്യഭാമയുടെ വീട് ലേലത്തിൽ വെക്കണം കേട്ടോ. ഈ സമയം സത്യഭാമ ഒരുപാട് കിടന്ന് നെട്ടോട്ടമോടും. തൻ്റെ വീട് ലേലത്തിൽ വെക്കുന്നു എന്ന ആ സത്യം അറിയുമ്പോൾ സത്യഭാമ രാഘവനോട് വന്നിട്ട് പറയാണ്, നമുക്ക് ആ വീട് തിരികെ എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം രാഘവൻ, ഞാൻ ഇവിടെ നിന്ന് തിരികെ എടുക്കാനാണ് 15 കോടി എന്നൊക്കെ പറയുമ്പോൾ, ലേലത്തിൽ വെക്കുമ്പോൾ അതിലേറെ കൂടുകയല്ല, കുറയൊന്നുമില്ലല്ലോ, അതെങ്ങനെ നമ്മളെ കൊണ്ട് കഴിയും ബാമേ, എന്താ നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? എൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന കൊട്ടാരമാണത്. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ഞാൻ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ രാഘവൻ പറയുന്നുണ്ട്, അതിൻ്റെ ഓരോ മുക്കും മൂലയും ഞാൻ ഒരുപാട് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്, അതിലോട്ട് കയറുന്നതിന് മുന്നേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത് എത്തിയത്. അതൊന്നും എനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതല്ലോ, അതൊക്കെ എനിക്കറിയാം രാഘവേട്ട. അപ്പോഴാണ് വിഷ്ണു ആ വഴിക്ക് വരുന്നത് കേട്ടോ. വിഷ്ണുവിനെ കണ്ട ഉടനെ സത്യമ്മ വന്നിട്ട് പറയുന്നത്, അതെ, നമ്മുടെ വീട് ലേലത്തിൽ വെക്കുകയാണ് ഇത്രടാ, അത് ഇന്ന ദിവസമാണ്, അന്നേ ദിവസം നമുക്ക് നമ്മുടെ വീട് തിരികെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ട ഉടനെ സത്യഭാമയോട് വിഷ്ണു, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം തനിക്ക് ആ വീട് എങ്ങനെയെങ്കിലും തിരികെ എടുക്കണമെന്നുള്ള ആ ഒരു ആർത്തി വരികയാണ് കേട്ടോ. ഇതേ സമയം അവിടെ സുബൈർക്കയുടെ മകൾ അവിടെ വരുന്നുണ്ടല്ലോ. ആ മകളോട് ചെറിയൊരു സ്നേഹവും കാട്ടിക്കൂട്ടിലൊക്കെ വിഷ്ണു ഇങ്ങനെ കാട്ടിത്തുടങ്ങണം. അതായത് ആരെ കണ്ടാലും വിഷ്ണുവിന് പെങ്ങളെ പോലെയാണല്ലോ, വിഷ്ണു അങ്ങനെ ഒരു ഇതിൽ പെരുമാറാണ്. പക്ഷേ അവൾക്കാണെങ്കിലോ ഈ വിഷ്ണുവിനോട് ചെറിയൊരു പ്രണയമൊക്കെ പൂവിട്ട് തുടങ്ങണം കേട്ടോ. ഇതേ സമയം സത്യഭാമയുടെ ഉള്ളിലാണെങ്കിൽ ആ പ്രണയം പൂവിട്ടെങ്കിൽ അത് കൂടുതൽ കായകൾ ഉണ്ടാക്കാൻ തനിക്ക് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തനിക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. കാര്യം എന്ത് പറഞ്ഞാലും സുബൈർക്ക എന്ന് പറയുന്നവൻ ഈ പറയുന്ന പണക്കാരനാണ്. അയാൾ വിചാരിച്ചാൽ എൻ്റെ വീട് തിരികെ എടുക്കാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ സത്യഭാമയുടെ ഉള്ളിൽ ചെറിയൊരു പൂവിടാണ്. അങ്ങനെ സുബൈർക്കയുടെ മുന്നിലോട്ട് സത്യഭാമ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യഭാമ കാര്യങ്ങളൊക്കെ പറയണം, എനിക്ക് ആ വീട് തിരികെ കിട്ടണം, അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്, മറ്റുള്ളവർക്ക് മുന്നിൽ അത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് പലതും ആക്കി മാറ്റും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതിനു മുന്നേ സുസ്മിത വീണ്ടും വരുന്നുണ്ട്, നിങ്ങളുടെ വീട് ലേലത്തിൽ വെക്കണം, അത് ഞാൻ വാങ്ങും, പിന്നീട് അതൊരു ബാറ് ആക്കി മാറ്റും ഞാൻ, അവിടെ കള്ളുകുടിയന്മാരും അതുപോലെ തന്നെ പെടിയന്മാർ അങ്ങനെ പല ആളുകൾ അവിടെ കയറി മറിയും എന്നൊക്കെ ഇങ്ങനെ സുസ്മിത വന്ന് പറയട്ടോ. ഇതൊക്കെ ശരിക്കും നെഞ്ചി തറക്കുന്നത് പോലെ സത്യഭാമക്ക് ഇങ്ങനെ മുറിവേൽക്കാനായിട്ട്. അപ്പൊ സത്യഭാമക്ക് ഒരിക്കലും തൻ്റെ വീട് അങ്ങനെയൊന്നും ആവാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനമെടുക്കാൻ. അങ്ങനെ സുബൈർക്കയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ. അതിനെപ്പറ്റി പിന്നീട് റിവ്യൂ പറയാവേ. അങ്ങനെ സുബൈർക്ക, ഓക്കെ, ഞാൻ ആ ലേലത്തിൽ വെക്കുമ്പോൾ ഞാൻ ആ വീട് തിരികെ എടുത്തു തരാം എന്നുള്ള തീരുമാനം സത്യഭാമ ുള്ള വാക്ക് സുബൈർക്ക കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതിൻ്റെ മകൻ വിഷ്ണു അറിയാൻ പാടില്ല എന്ന് സത്യഭാമ പറയുന്നുണ്ട് കേട്ടോ. ശരി, അവനറിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം തൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞ ആ ആഗ്രഹമുണ്ടല്ലോ, അത് വല്ലാതെ തൻ്റെ മനസ്സിൽ തട്ടിയിരിക്കുകയാണ്. അങ്ങനെ വിഷ്ണു പഴയതുപോലെ ഷാലിനിക്ക് മുന്നിലെത്താനൊന്നും വിഷ്ണുവിന് കഴിയുന്നില്ല കേട്ടോ. കാരണം പൈസ ഉണ്ടാക്കുന്ന ആ നെട്ടോട്ട ഓടുകയാണ്. അപ്പോൾ ഷാലിനി വിഷ്ണുവിനെ കാണാത്തത് കൊണ്ട് തന്നെ തിരക്കി പോകുന്നുണ്ട്. ഈ സമയം വിഷ്ണു വല്ലാത്ത സൈലന്റ് ആണ്. അത് കാണുന്ന ഷാലിനി എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അല്ല, എൻ്റെ വീട് ലേലത്തിൽ വെക്കുന്ന കാര്യം നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ വീട് തിരികെ നൽകി കൊടുക്കണതോ, ഈ മകൻ ഉണ്ടായിട്ടും ആ വീട് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെതായ വേദന എനിക്കുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ നെട്ടോട്ടം ഓടിയിട്ടും എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയാനിട്ടാ. ഇത് കേൾക്കുന്ന ഷാലിനി, വിഷ്ണു കേട്ടോ, അത് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കുക. എന്ത് വഴിയിടോ? 15 കോടിയാണ് അന്ന് അവിടെ കടവുണ്ടായിരുന്നത്. അപ്പൊ അതിന് മുകളിലോട്ട് പോവില്ലേ? പ്രത്യേകിച്ച് സുസ്മിത തോൽപ്പിക്കാൻ വേണ്ടി അവൾക്ക് വായിൽ തോന്നിയത് പോലെ അവൾ വിളിച്ചു പറയും, അതൊന്നും എനിക്കൊപ്പം എത്താൻ കഴിയില്ല. പണ്ടത്തെ വിഷ്ണു ആണെങ്കിൽ അതൊന്നും നിസ്സാരമായിരുന്നു എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഷാലിനി മനസ്സിലൊരു കോട്ട തന്നെ കിട്ടുന്നുണ്ട്. ഇതേ സമയം ലേല ദിവസം എത്തിയിട്ടോ. വീട് ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. ഓരോരുത്തരായി വന്നു പോകുന്നുണ്ട്. സത്യഭാമയാണെങ്കിൽ സുബൈർഖാനെയും കൂട്ടി വന്നിരിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ വിഷ്ണു അവിടെ എത്തുന്നുണ്ട്. താൻ എന്ത് ചെയ്യും? തനിക്ക് 1 രൂപ പോലും കൂട്ടി പറയാൻ പറ്റത്തില്ല. കാരണം അത്ര പൈസ തൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും തൻ്റെ വീട് ഇങ്ങനെ നഷ്ടപ്പെടുത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിഷ്ണു നിസ്സഹായനായി നിൽക്കുക കേട്ടോ.
എന്നാൽ ശാലിനിയാണെങ്കിലോ ആ സമയം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇതേ സമയം സത്യഭാമയാണെങ്കിൽ സുബൈർ ഖാനെ കൊണ്ട് തൻ്റെ വീട് തനിക്ക് വാങ്ങാൻ കഴിയുമെന്നൊക്കെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ സുസ്മിത എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ലേലം വിളി തുടങ്ങിയിരിക്കുകയാണ്. 15 കോടി എന്നുള്ളത് 16 പോകുന്നു. 16 പറയുന്നു, 16 പറയുന്നു, സത്യഭാമ പറയും, അതുപോലെ തന്നെ സുസ്മിത പറയും. അങ്ങനെ സുബൈർക്ക് ഒരു തുക പറയുമ്പോൾ സുസ്മിത വിട്ടുകൊടുക്കില്ല. കാരണം സത്യഭാമയുടെ ആളാണ് ഈ സുബൈർ ഖാന് സുസ്മിതക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വീട് ആർക്ക് പോയാലും ഈ പറയുന്ന സത്യഭാമയുടെ കയ്യിലോട്ട് ഇനി തിരികെ എത്തരുത് എന്നുള്ള തീരുമാനമാണ് കേട്ടോ. അങ്ങനെ ഇവർക്ക് എടുത്താ പൊന്താത്ത തുകയായി മാറുകയാണ്. അപ്പോൾ സത്യഭാമയോട് സുബൈർക്ക് പറയുന്നു, എന്നോട് ക്ഷമിക്കണം, ഒരിക്കലും ആ വീട് തിരികെ എന്നെ കൊണ്ട് എടുത്തു തരാൻ കഴിയില്ല സത്യഭാമ. ഇത്രയും വലിയൊരു തുക ഒന്നും എൻ്റെ കയ്യിലില്ല. ഇത് ഒരുപാട് കൈവിട്ടു പോയി. കാരണം കൈവിട്ട് ഞാൻ ഈ ഒരു വീടിന് വേണ്ടി ഈ പണം ഇറക്കി കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ നിങ്ങളെ പോലെ ഞാനുമായി തീരുമെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമയുടെ മനസ്സ് ഇടിഞ്ഞു പോവാണ്. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ സുസ്മിത സത്യഭാമയുടെ മുഖത്ത് നോക്കിയിട്ട് ഇപ്പോഴെന്തായി, ഞാൻ ഈ പറയുന്നത് എന്തായി, എന്നെ തോൽപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല, ഒരിക്കലും ആ വീട് നിങ്ങൾക്ക് കിട്ടില്ല എന്നിങ്ങനെ സുസ്മിത പതുക്കെ സത്യഭാമയുടെ ചെവിയിൽ വന്ന് മുറുമുറ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ താൻ എന്ത് ചെയ്യും എന്നുള്ള പ്രതിസന്ധിയിൽ ഇങ്ങനെ സത്യഭാമ നിൽക്കാണ്. അങ്ങനെ ലേലം ഉറപ്പിക്കാണ് കേട്ടോ. 20 കോടിയിലോട്ട് എത്തിയിരിക്കുന്നു. 20 കോടി 1, 20 കോടി 2 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുന്നു, അയ്യോ ഞാൻ മറന്നുപോയി, പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരാളുടെയും കൂടി ഉണ്ട് എന്ന് പറയാനിട്ട. അപ്പൊ അത് പൊട്ടിക്കൂ എന്ന് പറയണ. അങ്ങനെ ആ കവറ് പൊട്ടിക്കാനിട്ട. ആ കവറ് പൊട്ടിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവുക 25 കോടി എന്നായിരിക്കട്ടോ. എന്നാൽ അത് ആര് എന്നുള്ളത് ആർക്കും അറിയില്ല. ഇതേ സമയം 25 കോടിക്ക് ലേലം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പൊ സുസ്മിതയോട് ചന്ദ്രബോസ് പറയുകയാണ്, ഇതിനു മുകളിൽ നീ വിളിക്കാൻ നിൽക്കണ്ട, വേറെ ആരോ ആണ് അത് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിലോട്ട് പോകണ്ട, നമ്മുടെ കയ്യിലുള്ള പണവും നഷ്ടപ്പെടും, അതുകൊണ്ട് അത് നിൽക്കണ്ട എന്ന് പറയട്ടെ. അപ്പൊ സുസ്മിത ചിറ്റപ്പ അതെങ്ങനെ ശരിയാവും? ഇതിന് മുകളിലോട്ട് വിളിക്കാം, ഒരിക്കലും ആ സത്യഭാമയുടെ വീട് ആർക്കും വിട്ടുകൊടുക്കരുത്, അതുകൊണ്ട് നമുക്കത് വിളിക്കാം എന്ന് പറയണ്ട. അപ്പൊ അത് കേട്ടോടെ തന്നെ ചന്ദ്രബോസ് പറയണ, അത് വിളിക്കണ്ട, കാരണം അത്രയും തുക മുടക്കി അവരുടെ വീട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പ്രതികാരത്തിനാണെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടിയാലും അത് പ്രതികാരം തന്നെയാണല്ലോ. അതിപ്പോ ആരാ വാങ്ങുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇത്രയും തുകക്കൊക്കെ പണം ആ വീട് വാങ്ങുന്നുണ്ട്. അത് ഞാൻ പറയേണ്ടതില്ലല്ലോ, നമ്മളെന്താ മനസ്സിൽ കരുതുന്ന അതുപോലത്തെ അങ്ങനെ എന്തെങ്കിലും കരുതിയിട്ട് തന്നെ ആയിരിക്കും എന്ന് പറയാനിട്ടോ. അപ്പൊ ഇത് കേൾക്കുന്നതിനോട് കൂടി ശരി എന്നാ, ചിറ്റപ്പന്റെ വാക്ക് കേട്ടില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞിട്ട് സുസ്മിത എന്ത് ചെയ്യുന്നു, ആ ലേലം പിന്നീട് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ 25 കോടിക്ക് ലേലം ഉറപ്പിക്കാണ്. അങ്ങനെ ഒരു വട്ടം 2 വട്ടം എന്ന് പറഞ്ഞ് വിളിക്കാണ്. 3-ാം വട്ടം എന്ന് പറയുമ്പോൾ അവിടെ പിന്നീട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ലേലം ഉറപ്പിച്ചു 25 കോടിക്ക് എന്ന് പറയാണ്. എന്നാൽ ഈ സമയം ഈ 25 കോടിയുടെ വീട് വാങ്ങുന്ന ആൾ ആരാണെന്ന് അറിയാതെയാണ് സുസ്മിത ഇതിന് നിന്നത്. പക്ഷെ അവിടെ എത്തുന്നത് ശാലിനി ആയിരിക്കൂട്ട. ശാലിനിയാണ് ആ 25 കോടി മേടിച്ചിരിക്കുന്നത്. അങ്ങനെ പേര് വെളിപ്പെടുത്താണ്, 25 കോടിക്ക് സത്യഭാമയുടെ വീട് വാങ്ങിയിരിക്കുന്നത് ശാലിനിയാണെന്നുള്ള ആ ഉറപ്പിക്കൽ അവിടെ പറയുന്നതിനോട് കൂടിയിട്ട് ആകെ ഞെട്ടിപ്പോവാനിട്ട്. ഈശ്വര, എന്താണ് ഇപ്പൊ ഇത് എന്ന ഭാവത്തിൽ സുസ്മിത ഞെട്ടി നിൽക്കണം. അപ്പോഴും ഞാൻ ചിറ്റപ്പനോട് പറഞ്ഞതല്ല ആ വീട് നമുക്ക് വാങ്ങാൻ, ഇപ്പൊ എന്താ ഉണ്ടായത്? അത് കേട്ട ഉടനെ എടിമോളെ ഇങ്ങനെ ഒരു തിരിച്ചടി നമുക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ, അവളുടെ കയ്യിൽ ഇത്ര വലിയ പണമൊക്കെ ഉണ്ടോ, എന്താ ചിറ്റപ്പൻ ഈ പറയുന്നതെന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണുവിന് ഒരുപാട് സന്തോഷമാവണം. തൻ്റെ വീട് ശാലിനി വാങ്ങിയെന്ന് കാണുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാവുമ്പോ എന്നാൽ അത് അംഗീകരിക്കാൻ സത്യഭാമക്ക് കഴിയില്ല കേട്ടോ. സത്യഭാമ അഹങ്കാര ഭാവത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോ രാഘവൻ പറയുന്നുണ്ട്, മാമേ നമ്മുടെ വീട് ആരുടെയും കയ്യിൽ പോയില്ലല്ലോ, നമ്മുടെ ശാലിനി നമ്മളെ രക്ഷിച്ചില്ലേ, അവള് രക്ഷിക്കല്ലേ ഇത്, നമ്മളെ ശിക്ഷിക്കുകയാണ് ചെയ്തത്, അവൾ എന്നോടുള്ള പ്രതികാരം ചെയ്യാനാണ് ആ വീട് വാങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.